Good afternoon. Good afternoon, ma'am. Good afternoon. Ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, all of you. എല്ലാവർക്കും good afternoon കേട്ടോ. Okay. Prayer start ചെയ്യാം. Prayer. മാം ഞാനാണ് അനുജ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, അശരണരാഗം ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, പാപികൾക്കു വേണ്ടി വാർത്തു നീ നെഞ്ചിലെ ചെന്നീണം, നീതിമാൻ നിനക്കു തന്നതോ മുൾക്കിരീടഭാരവും, സ്നേഹലോലമായി തലോടാം കാൽനകേന്ദുവിൽ വിലോലം, സ്നേഹലോലമായി തലോടാം കാൽനകേന്ദുവിൽ വിലോലം. നിത്യനായ ദൈവമേ കാത്തിടണമേ, കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഓൾ ഓഫ് യു ഗുഡ് ആഫ്റ്റർനൂൺ. നല്ല prayer ആയിരുന്നു. ഞാനങ്ങനെ ലയിച്ചു പോയി അതിനകത്തിരുന്ന്. താങ്ക് യു മാം. ഓക്കെ. സൈനിങ് ആരാണ്? മാം ഞാൻ സൂര്യ. ഗുഡ് ആഫ്റ്റർനൂൺ മാം, മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാനൊരു ഉപന്യാസമാണ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ വിഷയത്തിന്റെ പേര് പ്രകൃതി ചൂഷണം. നമുക്ക് കിട്ടിയ വരദാനമാണ് പ്രകൃതി. പ്രകൃതി നമ്മുടെ അമ്മയാണ്. സകല ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ നിലകൊള്ളുന്നത് പ്രകൃതിയെ ആശ്രയിച്ചാണ്. പ്രകൃതിയാണ് നമ്മുടെ ജീവന്റെ ഉറവിടം. പക്ഷെ ഞാനും പല വിധത്തിലും പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ജീവജാലങ്ങളുടെ മാത്രമല്ല മനുഷ്യന്റെ തന്നെ നിലനിൽപ്പിനെ ഇല്ലാതെയാക്കുന്നു. ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ജീവവായു മലിനമായി കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ അമിതമായ ഉപഭോഗ സംസ്കാരമാണ് ഇതിനു കാരണം. വാഹനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും ഉണ്ടാകുന്ന വാതകങ്ങളും മാലിന്യങ്ങളും ശുദ്ധവായുവിനെ മലിനപ്പെടുത്തുന്നു. ജീവനെ നിലനിർത്താൻ വായു പോലെ തന്നെ മറ്റൊരു ആവശ്യ ഘടകമാണ് ജലം അഥവാ വെള്ളം. മനുഷ്യൻ അറിയാതെ ചെയ്യുന്ന പ്രവൃത്തികൾ നിമിത്തം ജലം മലിനമാകുന്നു. ഫാക്ടറികളിൽ നിന്നുമുള്ള മാലിന്യം, വീടുകളിൽ നിന്നുമുള്ള മറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവയെല്ലാം ജലസ്രോതസ്സുകൾ എത്തുന്നത് കാരണം അവ ജലത്തിന്റെ ശുദ്ധത ഇല്ലാതാക്കുകയും ജലജീവികൾക്ക് വംശനാശ ഭീഷണി ഇടയാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആരോഗ്യം പ്രകൃതി നൽകുന്ന ആഹാര സാധനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ കൃഷിസ്ഥലങ്ങൾ നശിപ്പിച്ചും കീടനാശിനികൾ അമിതമായി ഉപയോഗിച്ചും കെട്ടിടങ്ങൾ നിർമ്മിച്ചും നമ്മുടെ ശുദ്ധമായ മണ്ണിനെ മലിനപ്പെടുത്തി അതിന്റെ ഫലപുഷ്ടി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നഗരവൽക്കരണത്തിന്റെ പേരിൽ വനങ്ങൾ വെട്ടി നശിപ്പിച്ചും അമൂല്യമായ സസ്യ ഔഷധ സമ്പത്തുകൾ ഇല്ലാതാക്കി മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. കെട്ടിട നിർമ്മാണത്തിനായി നാം വനം നശിപ്പിച്ചും പാറകൾ പൊട്ടിച്ചും കുഴികൾ നികത്തിയും മലയിടിച്ചും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. ബോംബുകളുടെയും അണുനാശ വസ്തുക്കളുടെയും പ്രയോഗം മനുഷ്യൻ നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രകൃതി ചൂഷണമാണ്. ഇവ മനുഷ്യരാശിയെ തന്നെ ഇല്ലാതെയാക്കും. പ്രകൃതിയെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുകയാണെങ്കിൽ വൈകാതെ തന്നെ അവ നമ്മെ സർവനാശത്തിലേക്ക് നയിക്കും. ആയതിനാൽ നമ്മുടെ നിലനിൽപ്പിന് പ്രകൃതി ഉണ്ടായേ തീരൂ എന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ടാകണം. ഒരു മരമെങ്കിലും വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഭൂതലമുറ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണം.
ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇഞ്ചക്കാട് ബാലചന്ദ്രൻ സാർ രചിച്ച ചില വരികളാണ് ഞാൻ ഇവിടെ ആലപിച്ചത്. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. മിസ് തോട്ട് ഓഫ് ദ ഡേ പറയട്ടെ. പറഞ്ഞോളൂ. Alone we can do so little, together we can so much. ഹെലൻ കെല്ലർ. അതിന് മലയാളത്തിൽ അർത്ഥം വരുന്നത് ഒറ്റയ്ക്ക് നമുക്ക് വളരെ കുറച്ചേ ചെയ്യാൻ കഴിയുള്ളൂ, എന്നാൽ ഒരുമിച്ച് നിന്നാലേ നമുക്ക് എന്തും നേടാൻ കഴിയും. താങ്ക് യു മാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറി ഉണ്ടോ? ആക്ഷൻ സോങ് ഉണ്ടോ? ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. മാം ഞാൻ സ്റ്റോറി മിസ്സേ, സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഒരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ടെൻഷനുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. അതെന്നെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് ഇപ്പൊ ഒന്ന് ഗാർഡൻ മേക്കിങ്ങോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്കോ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നമ്മൾ അതിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെയൊക്കെ അതിൽ നിന്നൊരു റിക്കവർ ആയിട്ട് വേറെ എന്തിലേക്കെങ്കിലും ചിന്തകൾ പോകാനായിട്ട് സാധിക്കും. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ വയ്യായികളൊക്കെ ഉള്ള ആൾക്കാർ മെയിനായിട്ട് യൂട്യൂബ് നോക്കൽ കുറയ്ക്കുക. യൂട്യൂബിൽ അടിച്ചു നോക്കി എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് അസുഖത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുമ്പോൾ പരമാവധി നമുക്ക് ടെൻഷൻ കൂടെ ഉള്ളൂ. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക, മെഡിസിനുകൾ എടുക്കുക, ഡോക്ടർമാർ പറഞ്ഞ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഈ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ കുറേ നമ്മൾ ഡൗൺ ആവാനായിട്ട് അത് കാരണമാവും. കാരണം പല ഡോക്ടേഴ്സും അല്ലെങ്കിൽ പല ആൾക്കാരും പറയണത് വ്യത്യസ്ത രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പോ അതിനനുസരിച്ചുള്ള എന്താ പറയാ, നമുക്ക് അതിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിചാരിക്കും എനിക്ക് അതാണോ ഇതാണോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. ചിലപ്പോ നമുക്ക് അതൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ നമ്മൾ ചിന്തിച്ചു കൂട്ടി വെറുതെ ടെൻഷൻ അടിച്ച് ഓരോ വയ്യായികൾ വരുത്തി വയ്ക്കുള്ളൂ. താങ്ക് യു മാം. ഓക്കെ, സിജി പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പറഞ്ഞായിരുന്നു ഇതിനെ പറ്റി? നിങ്ങളോടാണോ വേറെ ബാച്ചിനോടാണോ എന്ന് അറിയില്ല കേട്ടോ. പറഞ്ഞിരുന്നോ? യൂട്യൂബും ഗൂഗിളും സെർച്ച് ചെയ്യുന്നതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താ? പറഞ്ഞിട്ടില്ല മാം. അല്ലെ, ഞാൻ വേറെ ബാച്ചിനോടാണ് പറഞ്ഞത്. അതായത് നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ, അതായത് നമുക്ക് മാറാത്ത അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു, കുറെ തരം സിംറ്റംസ് ഉണ്ട്, ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിച്ചു, പെട്ടെന്ന് മാറുന്നില്ല, നമ്മുടെ അസുഖം അങ്ങോട്ട് മാറുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഉള്ള ഒരു ഇതാണ് യൂട്യൂബ് നോക്കുക, അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യുക, AI പോലുള്ളവരുടെ സഹായം തേടുക. അപ്പോ നമ്മൾക്കുള്ള സിംറ്റംസ് മുഴുവനും അതിനകത്ത് അടിച്ചു കൊടുക്കും. എനിക്ക് ഇന്ന സിംറ്റം ഉണ്ട്, അല്ലെങ്കിൽ വേറെ സിംറ്റം, അങ്ങനെ നമ്മൾക്ക് ഉണ്ടാവുന്ന എല്ലാ സിംറ്റവും അതിനകത്ത് അടിച്ചു കൊടുക്കും. അപ്പൊ അതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖങ്ങളായിരിക്കും വരുന്നത്. ചിലപ്പോൾ ട്യൂമർ ആകാം, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങളായിരിക്കാം. അതൊക്കെ ആയിരിക്കും നമുക്ക് അവർ ഔട്ട്പുട്ട് ആയിട്ട് തരിക. അപ്പൊ നമ്മുടെ ടെൻഷൻ കൂടാനാണ് അത് ഇടവരുത്തുന്നത്. സത്യം പറയാലോ, അതായത് എനിക്ക് ഈ അടുത്ത ഒരു അനുഭവം ഉണ്ടായതാണ് ഞാൻ പറയുന്നത്, എക്സ്പീരിയൻസ്. എനിക്ക് ഒരു മാസം മുമ്പ് നല്ല രീതിയിൽ നെക്ക് പെയിൻ ഉണ്ടായിരുന്നു, കഴുത്ത് വേദന ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങളോട്? കഴുത്ത് വേദനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഉണ്ടായിരുന്നു. കഴുത്ത് വേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ്, ക്ലാസ് മുടക്കിയിട്ടില്ല, നിങ്ങൾക്ക് വന്ന് ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പൊ കഴുത്തുവേദനയായിട്ട് ഞാൻ ആദ്യം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഇതേ സമയം തന്നെ എനിക്ക് കഴുത്തുവേദന ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു 35 എടുക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ മസിൽ ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ അതുപോലെ സ്ട്രെയിൻ വരുമ്പോഴുണ്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അന്ന് മരുന്ന് കഴിച്ചു മാറി. രണ്ടാമത് വീണ്ടും കഴുത്തുവേദന വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അതേ ഡോക്ടറെ തന്നെ കാണിച്ചു.
മരുന്ന് വാങ്ങി മരുന്ന് കഴിച്ചു. 5 ദിവസം കഴിഞ്ഞിട്ടും കഴുത്ത് വേദനയ്ക്ക് യാതൊരു കുറവില്ല. അതായത് കൂടി വരികയാണ്, പെയിൻ കൂടി വരുന്നു. മാത്രമല്ല മുഖമൊക്കെ ഫേസ് ഒക്കെ ഇങ്ങനെ വീർത്ത് വരുവാണ്. അപ്പൊ ആകെ പേടിയായി. വീണ്ടും രണ്ടാമത് ആ ഡോക്ടറെ തന്നെ കാണിക്കാൻ പോയി. ഡോക്ടർ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, കഴുത്തിന്റെ സൈഡിൽ ചെറിയൊരു തേയ്മാനം കാണിക്കുന്നുണ്ട്. മാത്രമല്ല ആ ലെഫ്റ്റ് സൈഡിൽ, അതായത് കഴുത്തിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു എല്ലിന്റെ വളർച്ച, അതിന്റെ ഗ്രോത്ത് കൂടുതലായിട്ട് കാണുന്നു എന്ന് പറയുന്നു. അപ്പോ അങ്ങനെയുള്ളവരിൽ, അതായത് 10ൽ 2 പേർക്കൊക്കെ വരുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കഴുത്തുവേദന മാറില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും മരുന്ന്, ആ മരുന്ന് ഞാൻ വീണ്ടും കഴിച്ചു. പക്ഷെ യാതൊരു കുറവും കാണുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് കഴുത്ത് തല ഒന്നും അനക്കാൻ പറ്റുന്നില്ല. ആ ഡോക്ടറുടെ ക്ലിനിക്കിൽ പോയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തന്നു. അതിന്റെ കൂട്ടത്തിൽ തലകറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഡോക്ടർ പറയുവാണ്, കഴുത്ത് വേദന ഉണ്ടെങ്കിൽ തലവേദന, അതായത് കഴുത്തിന്റെ ബാക്ക് വശം വേദന ഉണ്ടാവാം, പക്ഷെ തലകറക്കം ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണെന്ന്. അപ്പൊ എനിക്ക് ആകെ പേടിയായിട്ട് എനിക്ക് എന്ത് അസുഖമാണെന്നുള്ളൊരു വിചാരമായി പിന്നീട്. അതിനുശേഷം ഡോക്ടറെ മാറ്റി കാണിച്ചു. വേറൊരു ഡോക്ടറെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ ചെന്ന് കാണിച്ചു. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ പോയി കാണിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എക്സ്റേ ഒക്കെ നോക്കിയിട്ട് ഇത് കുറച്ച് പ്രശ്നമാണ്. അതായത് ഇങ്ങനെ എല്ലിങ്ങനെ വളർന്ന് നിൽക്കുവാണ്, അത് ഞരമ്പിലോട്ട് കംപ്രസ് ചെയ്യുവാണ്. അതായത് ഞരമ്പിലോട്ട് മുട്ടുമ്പോഴാണ് ഈ വേദന ഭയങ്കരമായിട്ട് വരുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്കത് സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഞാൻ ആകെ പേടിച്ച് ഭയങ്കരമായിട്ട്, അതായത് കരച്ചിലൊക്കെ വരുവാണ്, സങ്കടമൊക്കെ ഭയങ്കരമായിട്ട് വരുവാണ്. സർജറി, കഴുത്തിന്റെ സർജറി എന്നൊക്കെ പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ്. അങ്ങനെ വീട്ടിൽ വന്ന് അമ്മനോട് പറഞ്ഞു. അപ്പൊ അവരൊക്കെ, അതായത് അമ്മയും അതുപോലെ തന്നെ ഹസ്ബൻഡൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചത് പറഞ്ഞപ്പോ, അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ മരുന്ന് തന്നു കേട്ടോ. അതായത് നെർവിന്റെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചപ്പോ കുറച്ച് ആശ്വാസം തോന്നി. കാരണം നെർവിനെ വന്ന് മുട്ടുമ്പോഴാണ് വേദന കൂടുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കഴുത്തിന്റെ ചുറ്റുമുള്ള മസിലിലൊക്കെ നീര് കെട്ടിക്കിടക്കുവാണ്. അപ്പൊ അതിന്റെ മരുന്ന് തന്നിട്ടുണ്ട്. പക്ഷെ 5 ദിവസത്തേക്കാണ് തന്നത്. 5 ദിവസം കുറഞ്ഞു. വീണ്ടും 6ാമത്തെ ദിവസം വീണ്ടും പെയിൻ കൂടി. അങ്ങനെ വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി. അതായത് ഇവിടുന്ന് ഇതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്, എക്സ്റേ എടുത്തതിന് ശേഷം 5 ദിവസം മരുന്ന് കഴിച്ച് കുറഞ്ഞിരിക്കല് MRI എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ MRI എടുത്തു. MRIയുടെ നിങ്ങൾ കേൾക്കണം, ചിരിക്കാറുണ്ട്. MRI എടുത്ത ഫിലിമാണ് അവര് തന്നു വിട്ടത്. നമുക്കറിയാലോ, 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് MRIയുടെ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടുക. അപ്പൊ ഫിലിം ഞാനിങ്ങനെ നോക്കുകയാണ്. ഫിലിം നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. സാധാരണ ആളുകൾക്ക് ഒന്നും മനസ്സിലാവില്ല, ഡോക്ടേഴ്സിന് മാത്രമേ മനസ്സിലാവുള്ളൂ. റിപ്പോർട്ട് കിട്ടിയാലാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണോ ഉള്ളതെന്ന്. അങ്ങനെ ഫിലിം കിട്ടിയപ്പോ ഞാനിങ്ങനെ നോക്കുവാണ്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഞാൻ ഗൂഗിളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുവാണ്, എന്താണ് അസുഖം, എന്താണ് എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോ കഴുത്തിൽ സെർവിക്കൽ ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ സിംറ്റം അടിച്ചു നോക്കിയപ്പോ. ഓക്കെ. അപ്പൊ അത്രയും കോംപ്ലിക്കേഷൻ. അപ്പൊ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചു, ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അതിനുശേഷം പിറ്റേ ദിവസം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് MRIയുടെ റിപ്പോർട്ട് വന്നത്. അപ്പൊ എന്റെ അനിയത്തി അബുദാബിയിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണ്. അവൾക്ക് ഞാനിത് അയച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞു, ഡിസ്കിന് കുറച്ച് ബൾജ് ഉണ്ട്, അതുകൊണ്ടാണ് നെർവിനെ കാര്യമായിട്ട് അഫക്ട് ചെയ്യുന്നത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും ഒന്നും കൂടി ഡോക്ടറെ കാണിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഡോക്ടറെ കാണിച്ചു, MRI ആയിട്ട് ചെന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അതോടുകൂടി എനിക്ക് കൂടുതൽ ടെൻഷനായി. അപ്പോ നമുക്ക് മരുന്ന് കഴിച്ച് നോക്കാം, പിന്നെ കോളർ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറവില്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മരുന്ന് കഴിച്ചിട്ടും കുറവ് വന്നില്ല. ന്യൂറോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് മെഡിക്കൽ കോളേജിൽ പോയി. അതായത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കുറെ മരുന്നുകളാണ് തന്നത്. നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കുറേയധികം മരുന്നുകൾ തന്നു. ആ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഓവർഡോസേജ്, അതായത് ഉറക്കം വരുന്നു, ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് കാര്യമായിട്ട് മാറ്റങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല. അവസാനം എനിക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ, അതായത് ഈ കഴുത്ത് വേദനയുടെ കൂട്ടത്തിൽ തന്നെ തലകറക്കം, അതായത് തല കറങ്ങുന്നത് പോലെ തോന്നി, പനി, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് സെർച്ച് ചെയ്തു, തലകറക്കം, തലവേദന. അപ്പൊ അതിനകത്ത് കാണിക്കുന്നത്, അതായത് ബ്രെയിൻ ട്യൂമർ എന്നാണ് കാണിക്കുന്നത്. അതിനോടൊപ്പം അതായത് കഴുത്ത് വേദനയും ഇതൊക്കെ ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങളാണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ അതും നോക്കി ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അതായത് തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയപ്പോ ഈ തലവേദനയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, ഈ MRI കാണിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോ നിങ്ങൾക്കൊരു മരുന്ന് തരുന്നില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ സ്പൈനിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിനൊന്ന് കാണിക്കാനായിട്ട് പറഞ്ഞു.
അങ്ങനെ ഈസിയിലാണ് വിളിച്ച് ചോദിച്ചത്. പക്ഷെ ബുക്കിംഗ് ഓൾമോസ്റ്റ് ഫുൾ ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് കാണിക്കണമല്ലോ. അങ്ങനെ ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയപ്പോ അദ്ദേഹം, അതായത് ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹം കുറച്ച് ഫേമസ് ആണ്, സ്പൈൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ ഞാൻ പോവുകയും അദ്ദേഹത്തിനെ കാണുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം എന്റെ എല്ലാവരും, അതായത് കൈയും കാലൊക്കെ നിവർത്തിയൊക്കെ നോക്കി, എവിടെയാണ് തകരാറുള്ളത്, കഴുത്തൊക്കെ പിടിച്ച്, അങ്ങനെ എല്ലാവരും ഓവറോൾ അദ്ദേഹം എന്നെ ചെക്ക് ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, 30കൾക്ക് ശേഷം സ്ത്രീകൾക്ക് മസിൽ ലൂസ് ഉണ്ടാവും. അപ്പോ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ സ്ട്രെയിനും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ, അതായത് അത് കുറച്ച് മാറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ, അതായത് മരുന്നിനോടൊപ്പം തന്നെ വൈറ്റമിൻസും അതുപോലെ തന്നെ ധാരാളം എന്താ പറയുക മരുന്നുകൾ, അതായത് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാരാളം മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് 10 ദിവസത്തെ മരുന്ന് തന്നു. അപ്പോ വേറെ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട, അശ്വതിക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അങ്ങനെ 10 ദിവസത്തെ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഓക്കെ ആയി. അതുകൂടെ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് തന്നു, പിന്നെ B1ന്റെ കോംപ്ലക്സ് അതിന്റെ ടാബ്ലറ്റ് തന്നു, കാൽസ്യം ടാബ്ലറ്റ് തന്നു. അങ്ങനെ ധാരാളം മരുന്നുകൾ തന്നിട്ടുണ്ടായിരുന്നു. അതായത് അസുഖത്തിനേക്കാൾ ഉപരി ശരീരത്തിന് ചെല്ലേണ്ട സാധനങ്ങൾ കൂടുതലായിട്ട് തന്നു. അങ്ങനെ മരുന്ന് കഴിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞരമ്പിന്റെ ഒരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു, നർവിന്റെ ഒരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു, അതും തന്നു. അങ്ങനെ ഇപ്പൊ ഓക്കെ ആയിട്ട് വരുന്നു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ്, അതായത് നമ്മൾ ശരിയായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക, അതായത് അദ്ദേഹം പറയുന്ന കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും, ഇപ്പൊ സിജി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും, അതായത് ഞാൻ ഈ ഗൂഗിളിനെയും യൂട്യൂബിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടായത്, അറിവുകൾ. അതായത് ഞാൻ ഇതിൽ നിന്നൊരു എക്സ്പീരിയൻസ്ഡ് ആയി ഞാൻ ഇതിൽ നിന്ന് പഠിച്ചു. അതായത് ഒരു ഡോക്ടർക്ക് തുല്യം ഒരിക്കലും ഒരു ഗൂഗിളോ യൂട്യൂബോ എയോ ആവില്ല. ഓക്കെ, മനസ്സിലായോ? സമയം പോയോ? ബോറടിച്ചോ? ഇല്ല, ഞാൻ ഇതുപോലെ ഒന്നും സംഭവം ചെയ്തിട്ട് എന്നോട് ഡോക്ടർ തന്നെ ചോദിച്ചിട്ടുണ്ട്, റസ്മിന നീ അധികം ഗൂഗിളും യൂട്യൂബും നോക്കാൻ പോവരുത് എന്ന് ഞാൻ പറയാതെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. നീ ചോദിക്കുന്ന കേൾക്കുമ്പോ നീ നന്നായി സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് ഇനി മുതൽ അത് വേണ്ടെന്ന് പറഞ്ഞു. അത് അവർക്ക് മനസ്സിലാകും. നമ്മളിങ്ങനെ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കൂടുതൽ പറയുന്നു അതാണ് ഇതാണ്, അങ്ങനെയാണോ ഡോക്ടർ, ഇങ്ങനെയാണോ ഡോക്ടറെ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലാവും ആവശ്യമില്ലാത്ത ചിന്തകളാണ്, അത് വേണ്ട, ഇന്നതുപോലെ ചെയ്യൂ എന്നൊക്കെ അവര് പറയും. ഓക്കെ, അപ്പൊ ദൈവം സഹായിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാരണം എന്ന് വെച്ചാൽ നമ്മള് കൂടുതൽ സമയം നമ്മള് സ്ത്രീയുടെ മുന്നിലാണല്ലോ, കഴുത്തിന് വേറെ ഇതൊന്നും കൊടുക്കുന്നില്ലല്ലോ, ഒറ്റിരിപ്പല്ല ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ ആവുമ്പോ എനിക്ക് കൂടുതൽ പേടിയായി, അതോ ജോലിയെ ബാധിക്കോ, അതാണോ, അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ദൈവം സഹായിച്ചു. ഇനി അങ്ങനെ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട്. ഓക്കെ, അപ്പൊ അതാണ് ഒരു കുഞ്ഞനുഭവം പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ? ഞാനൊരു കഥ പറയാം സാർ. ആ, പറഞ്ഞോളൂ. ദയുള്ള ചെറിയ നക്ഷത്രം. ഒരു കാലത്ത് ആകാശത്ത് ഒരു ചെറിയ നക്ഷത്രം ഉണ്ടായിരുന്നു. അതിനു തോന്നി, ഞാൻ ചന്ദ്രനെ പോലെ വലിയതോ പ്രകാശമുള്ളതോ അല്ല. ഒരു രാത്രി ഒരു കുട്ടി കാട്ടിൽ വഴിതെറ്റി കരഞ്ഞുകൊണ്ടിരുന്നു. നക്ഷത്രം വിചാരിച്ചു, ഞാൻ ചെറുതാണെങ്കിലും സഹായിക്കാമല്ലോ. അത് തന്റെ മുഴുവൻ പ്രകാശവും കൊടുത്ത് മിന്നി. കുട്ടി ആ പ്രകാശം കണ്ട് വഴി അറിയാൻ തുടങ്ങി. ഒടുവിൽ നക്ഷത്രത്തിന്റെ വെളിച്ചം പിന്തുടർന്ന് കുട്ടി സുരക്ഷിതമായി വീട്ടിലെത്തി. ആ ദിവസത്തിന് ശേഷം ചെറിയ നക്ഷത്രം ഒരിക്കലും ചെറുതാണെന്ന് തോന്നിയില്ല. കാരണം ചെറുതായാലും ദയയും സഹായവും വലിയ മാറ്റം വരുത്തുമെന്ന് അതറിഞ്ഞു. ഗുണപാഠം: ചെറുതായാലും നമ്മുടെ ദയയും സഹായവും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ വരുത്താൻ സാധിക്കും. താങ്ക് യു. ഓക്കെ, ഇനി എന്താ? മാം ഞാൻ സ്റ്റോറി പറയാം. പറഞ്ഞോളൂ. The fisherman and the fish. One day, a fisherman cast his net into a pool. He was lucky to catch a fish. It was a tiny fish, and the fisherman was very happy. The little fish tried to fool the fisherman by begging to set free. She said,
Please let me go. I am too tiny. If you catch me now, I will be of no use to you. But if you catch me when I grow big, I will be use of to you then. The fisherman thought for some time. He remarked, "Don't try to fool me. If I let you go now, I will never see you again. So I won't let you go." Moral: don't let anyone fool you. Always take decisions after you think well upon the situation. Okay, ma'am. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇന്നലെ 2 ഗെയിംസ് നിങ്ങളെ പരിചയപ്പെടുത്തില്ലേ? ചൈനീസ് വിസ്പർ ആൻഡ് സൈമൺ സീസ്, ഓർമ്മയുണ്ടോ? Yes, yes. അത് നിങ്ങൾക്ക് ക്ലാസ്സിലൊന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുമോ? Simon says എങ്ങനെയാ? പറയട്ടെ, Okay. അത് നിങ്ങൾ തന്നെ ഐഡിയ ഉണ്ടാക്കണം. നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യുക എങ്ങനെയാണ് അത് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റുക. ഞാൻ പറയുന്നില്ല, ഗ്രൂപ്പിൽ പരസ്പരം ഡിസ്കസ് ചെയ്യുക എങ്ങനെ നമുക്ക് ചൈനീസ് വിസ്പർ ഇവിടെ പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ സൈമൺ സീസ് ഇവിടെ പ്രസന്റ് ചെയ്യാന്ന് നിങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കൂ. ഓക്കെ, സക്സസ് ആകുവാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് കേട്ടോ. നെക്സ്റ്റ് വീക്ക് എന്റെ നെക്സ്റ്റ് ഫ്രൈഡേ ആണ് ക്ലാസ് വരുന്നത്. അപ്പോ ആ ഒരു ക്ലാസ്സിൽ ഇതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കും. നല്ല രസം ഉണ്ടാവില്ലേ? എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 ഗെയിമോ ആണോ അല്ലെങ്കിൽ ഒരു ഗെയിം മാത്രമാണോ? നിങ്ങൾ ആദ്യം നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യൂ, ഇത് എങ്ങനെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട്, ഇതൊരു ഓൺലൈൻ ക്ലാസ് ആണ്, അപ്പൊ എങ്ങനെ നമുക്ക് ഇത് അവതരിപ്പിക്കാം എന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യൂ കേട്ടോ. ഡിസ്കസ് ചെയ്തിട്ട് അത് ഇതാവുകയാണെങ്കിൽ, ആ ഒരു ഐഡിയ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾ പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായോ? Okay. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഐ ഹാൻഡ് കോർഡിനേഷൻ ആണ് അല്ലെ? അതായത് കണ്ണും അതുപോലെ തന്നെ കൈയും ഒരുപോലെ വരുന്നത്, അതായത് ഒരേ മൂവ്മെന്റിൽ വരുന്നതിനെയാണ് ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്. എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ്? ഫൈൻ മോട്ടോർ സ്കിൽസ് പറഞ്ഞിട്ടുണ്ടോ? ടീച്ചേഴ്സ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ മൂവ് ചെയ്യുന്നത്, വിരല് കൊണ്ട് എടുക്കുന്നത് അല്ലെ ഫൈൻ മോട്ടോർ സ്കിൽസ്. ചെറിയ ചലനങ്ങളെയാണ് പറയുന്നത്. ചെറിയ ചലനങ്ങള്, ചെറു ചലനങ്ങളെയാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, പെൻസിൽ പിടിച്ചെഴുതുക. അത് ഫൈൻ മോട്ടോർ സ്കിൽസിന് എക്സാമ്പിൾ ആണ്. പെൻസിൽ കുട്ടി പിടിച്ചെഴുതുന്നത് വിരൽ വെച്ചിട്ട്. ചിത്രങ്ങൾ വരയ്ക്കുക, പിക്ചേഴ്സ് വരയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ബട്ടൺ അടയ്ക്കുക, അതായത് ഷർട്ടിന്റെ ഒക്കെ ബട്ടൺ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ചെറിയ ചെറിയ ബീഡുകൾ കൊണ്ട്, അതായത് ബീഡ്സ് ഉണ്ടല്ലോ, മുത്തുകള്, അതുകൊണ്ട് കളിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ, ബുക്കുകളുടെ പേജ് മറിക്കുക. അപ്പൊ നമ്മളായാലും ബുക്കിന്റെ പേജ് മറിക്കില്ലേ? സ്പീഡിലായിരിക്കുമല്ലോ നമ്മൾ മറിക്കുന്നത്. പക്ഷെ കുട്ടികള് ചിലപ്പോ പതുക്കെ പതുക്കെ ആയിരിക്കും ആ പേജ് മറിക്കുന്നത് അല്ലെ? അപ്പോ പേജുകള് ഇങ്ങനെ നീക്കാന്നുള്ളത്, തിരിക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ കത്രിക ഉപയോഗിച്ച് പേജ് കട്ട് ചെയ്യുക. കത്രിക ഉപയോഗിച്ചിട്ട് സിസേഴ്സ് വെച്ചിട്ട് പേജ് കട്ട് ചെയ്യുക. ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പോ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ കുട്ടികൾ പേപ്പർ എടുക്കും, എന്നിട്ട് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടാണ് പിന്നീട് സാധനങ്ങൾ ഉണ്ടാക്കുകയല്ലോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്? ഫൈൻ മോട്ടോർ സ്കിൽസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത് ചെറു ചലനങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഗ്രോസ് മോട്ടോർ സ്കിൽസ്. എന്താണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്? അത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? മോട്ടോർ സ്കിൽസ് കുട്ടി കുറച്ചുകൂടി വലിയ വലിയ കാര്യങ്ങൾ അതായത് വലിയ വലിയ ചലനങ്ങളെയാണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ ശരീരത്തില്, നേരത്തെ നമ്മൾ ഫൈൻ മോട്ടോർ സ്കിൽസിൽ ശരീരത്തിൽ
ചെറു ചലനങ്ങളാണ്. അതായത് ഫിംഗർ വെച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയാ വിരൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി വലിയ വലിയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ വരുന്നത് കേട്ടോ. നമ്മുടെ ശരീരം GROW ആണോ? ഗ്രോസ് GROSS ഗ്രോസ്. ഓക്കെ. ഗ്രോസ് മോട്ടോർ സ്കിൽസ് കേട്ടോ. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത് FINE ആണ്, ഫൈൻ മോട്ടോർ സ്കിൽസ്. ഓക്കെ. അപ്പൊ ശരീരത്തിന്റെ വലിയ മസിൽസ് ഉപയോഗിച്ച് ശരീരത്തെ മുഴുവനായി ചലിപ്പിക്കുന്ന എബിലിറ്റി ആണ് എന്ത്, ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ ബോഡിയിലെ മൊത്തം മസിൽസിനെ ഉപയോഗിച്ച് ശരീരത്തിനെ അതായത് നമ്മുടെ ബോഡിയെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഉദാഹരണത്തിന് ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ വരുന്നതാണ് വാക്കിംഗ്, നടക്കുക, അല്ലെങ്കിൽ ചാടുക, ഓടുക, പന്തെറിയുക, പന്ത് ക്യാച്ച് ചെയ്യുക, ബോൾ ക്യാച്ച് ചെയ്യുക, അതുപോലെ സൈക്കിൾ ഓടിക്കുക, പിന്നെ അതുപോലെ സ്റ്റെപ്പ് കയറി ഇറങ്ങുക. ഇതൊക്കെ ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ വരുന്നതാണ് കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയാം. നടക്കുക, വാക്കിംഗ് വരുന്നുണ്ട്, ഓടുക, റണ്ണിങ്, അതുപോലെ ചാടുക, ജമ്പിങ്, അതുപോലെ തന്നെ ബോള് ക്യാച്ച് ചെയ്യുക, ബോള് ത്രോ ചെയ്യുക, അതുപോലെ തന്നെ സൈക്കിൾ ഓടിക്കുക, അതുപോലെ സ്റ്റെപ്സ് ഒക്കെ കയറി ഇറങ്ങുക. ദാറ്റ് ഈസ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? നിങ്ങളത് കൂടുതലായിട്ട് പാർട്ട് 3 വരുമ്പോഴാണ് കൂടുതലായിട്ട് പഠിക്കുക. ഓക്കെ, ക്ഷമ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞുതരും. ഞാനിപ്പോ അതിന്റെ വ്യത്യാസങ്ങൾ മാത്രമാണ് പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. മൈൻഡിൽ റീഡ് ചെയ്യുക ആദ്യം. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യാം കേട്ടോ. സംഗീത മുരുകൻ ഒന്ന് റീഡ് ചെയ്യാമോ പാരഗ്രാഫ്? മാം റീഡ് ചെയ്യാം. കേൾക്കുന്നുണ്ടോ മാം? The development of speech, vocabulary, length of response are some of the important aspects of language improvement. The vocabulary of children at the beginning is too limited. There is a continuous increase in the amount of one's vocabulary during the childhood. Later on, as a result of pressure of needs and learning, the vocabulary goes on developing.
ഡെവലപ്പിംഗ്. അടുത്ത പാരഗ്രാഫ് വായിക്കണം മാം. വായിച്ചോളൂ. Maintenance of the past and additional of the new words in one's vocabulary may continue even in the periods of old age relied upon their reading habits and interests. The additional to change in vocabulary and speech. The pattern of reaction also change with age. Explain ma'am. The development of speech, vocabulary, length of response are some of the important aspects of language improvement. കുട്ടികളിൽ സ്പീച്ച് ഡെവലപ്പ് ആകുന്നത് അവരുടെ ആ ഒരു റെസ്പോൺസ് അനുസരിച്ച്, അവർ ആ ഭാഷ പഠിക്കുന്നതിന്റെ ഒരു റെസ്പോൺസ് അനുസരിച്ച് അവരുടെ വൊക്കാബുലറിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലേ മാം? അതായത് ആദ്യം തന്നെ അവിടെ പറയുന്നുണ്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അല്ലെ, ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് പറയുന്നത് നമ്മുടെ സ്പീച്ച് ഡെവലപ്പായി വരുന്നത്, നമുക്ക് വൊക്കാബുലറി ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ പറയുന്ന കാര്യം തിരിച്ചിങ്ങോട്ട് റെസ്പോൺസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് തിരിച്ചവർക്ക് മറുപടി ഉണ്ടെങ്കിൽ അതൊക്കെ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. The vocabulary of children at the beginning too limited. അവർക്ക് ഇതിനെല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അവർ പറയുന്ന ആ ഓരോ വേർഡ്സിനും ഓരോ ലിമിറ്റ് ഉണ്ട്. അവർക്ക് മുഴുവനായിട്ട് പറയാൻ സാധിക്കില്ലല്ലോ കുഞ്ഞായിരിക്കുമ്പോൾ. അവരുടേതായ ഒരു ലിമിറ്റിലാണ് അവരെല്ലാം സംസാരിക്കണത്. There is continuous increase in amount of one's vocabulary during childhood. അവൾ ആ ചെറു പ്രായത്തിൽ തന്നെ അവരെ കൊണ്ടായ രീതിക്ക് അവരത് ഇംപ്രൂവ് ചെയ്യാൻ അവർ ശ്രമിക്കും. അവരെ കൊണ്ട് ഏതൊരു വേർഡ്സ് ആയിരുന്നാലും അവർ ചെറുതായിട്ട് പറഞ്ഞ് പിന്നീട് അത് കൂടുതൽ അവർ പറയാൻ ശ്രമിക്കും. Later, one as a result of pressure of need and learning, the vocabulary goes on developing. പിന്നീട് അവരത് നല്ലൊരു ഫിനിഷിംഗ് ഒരു റിസൾട്ട് കൊണ്ടുവരും. കാര്യം അവർ നല്ല രീതിക്ക് പറയാൻ അവർ ശ്രമിച്ച് അവരതിലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുന്നു. അങ്ങനെയല്ലേ മാം ആ പാരഗ്രാഫില്? Maintenance of the past and addition of the new words in vocabulary and continues even the period of the old age learned upon their reading habits and interest. അവരുടെ ആ ഒരു വേർഡ്സ് വൊക്കാബുലറി അവർ മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അത് പറയാനും പിന്നീട് അവർക്കത് റീഡ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും ഒരു ഹാബിറ്റ്സും ഒക്കെ അവർ ആ ചെറു പ്രായത്തിൽ തന്നെ അവർ വളർത്തിയെടുക്കുന്നു. In addition to change the vocabulary and speech, the pattern of reaction also change with age. അവരുടെ ആ ഏജിനനുസരിച്ച് അവരവരുടെ ആ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ആ വൊക്കാബുലറിയുടെ ഹെൽപ്പോട് കൂടി തന്നെ അവര് കുറേശ്ശെ വലുതാക്കി അവരുടെ ആ ഏജ് വലുതാവുന്ന വരെ അവരാ നല്ല രീതിക്ക് അവരത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നു. എനിക്ക് മനസ്സിലായത് ഇതാണ് മിസ്, ശരിയാണോ? ഓക്കെ, ശരിയാണ്, പറഞ്ഞു വന്നതൊക്കെ ഏകദേശം ശരിയാണ് കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാം, വേറെ ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പേര് ഞാൻ പറയുന്നില്ല, ഇഷ്ടമുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ പറയട്ടെ മാം. The development of speech, vocabulary, length of response are some of the important aspects of language improvement. ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് സ്പീച്ച്, വൊക്കാബുലറി, ലെങ്ത് ഓഫ് റെസ്പോൺസ്. ലെങ്ത് ഓഫ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നതിന്റെ ലെങ്ത്. ഫസ്റ്റ് അവർ ചെറുതായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുക, പിന്നീട് അവർ 2 വാക്കുകൾ കൂടി പറയാൻ തുടങ്ങും. ആദ്യം ബോൾന്ന് മാത്രം പറയുന്നതെങ്കിൽ ആ ബോളിന് കൂടെ അവർ ആക്ഷൻ ചെയ്യും. ഇങ്ങനെ കൈ കാണിച്ചിട്ട് ബോൾ എന്ന് പറഞ്ഞാൽ ബോൾ എടുക്കൂ എന്നുള്ള രീതിയിലേ പറയുള്ളൂ. പിന്നെ ഐ വാണ്ട് ബോൾ ആവും. അങ്ങനെ അത് ആ സ്പീച്ച് കൂടി വരും. ലെങ്ത് ഓഫ് റെസ്പോൺസ്. ദ വൊക്കാബുലറി ഓഫ് ചിൽഡ്രൻ അറ്റ് ദ ബിഗിനിങ് ഈസ് ടു ലിമിറ്റഡ്. ആദ്യ സമയങ്ങളിൽ അവരുടെ വൊക്കാബുലറി വളരെ ലിമിറ്റഡ് ആയിരിക്കും, കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ദർ ഇസ് എ കണ്ടിന്യൂസ് ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് വൺസ് വൊക്കാബുലറി ഡ്യൂറിങ് ചൈൽഡ്ഹുഡിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രീസ് ആണ് വൊക്കാബുലറിയിൽ ഉണ്ടാവുക. ഓരോ സമയം കൂടുന്തോറും അവരുടെ വൊക്കാബുലറിയിൽ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവരെല്ലാവരെയും ഒബ്സർവ് ചെയ്യുകയും അതിൽ നിന്ന് അവരുടെ വൊക്കാബുലറി അവർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ഇമിറ്റേഷൻ ക്യാരക്ടറാണ് അതിൽ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. ലേറ്റർ ഓൺ, ആസ് എ റിസൾട്ട് ഓഫ്
ആസ് എ റിസൾട്ട് ഓഫ് പ്രഷർ ഓഫ് നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ, ചില കാര്യങ്ങൾക്ക് അവർക്ക് വേണം എന്നുള്ള ആ ഒരു അവസ്ഥ വരുമ്പോൾ അവരിത് പഠിച്ചു വരുന്നു. ആൻഡ് ലേണിംഗ് ദ വെക്കാബുലറി ഗോസ് ഓൺ ഡെവലപ്പിംഗ്, അതിലൂടെയും അവരുടെ വെക്കാബുലറി ഡെവലപ്പ് ചെയ്തു വരുന്നു. മെയിൻ്റെനൻസ് ഓഫ് ദ പാസ്റ്റ്, പഴയതിനെ അവിടെ മറക്കാതെ ഓർമ്മിക്കുകയും ആൻഡ് അഡീഷൻ ഓഫ് ദി ന്യൂ വേർഡ്സ് ഇൻ വൺസ് വെക്കാബുലറി മേ കണ്ടിന്യൂസ് ഇവൺ ഇൻ ദ പീരിയഡ് ഓഫ് ഓൾഡ് ഏജ് റിലയൻഡ് അപ്പോൺ ദെയർ റീഡിംഗ് ഹാബിറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. അവരെ അതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യുകയും മുന്നത്തിനെ ഓർമ്മിക്കുകയും ചെയ്തിട്ട് അവരതിൽ അവരുടെ റീഡിംഗ് ഹാബിറ്റ്സും അവരുടെ ഇൻട്രസ്റ്റും കൂടി വരുന്നു. ഇൻ അഡീഷൻ ടു ചേഞ്ച് ഇൻ വെക്കാബുലറി ആൻഡ് സ്പീച്ച്, അതിൽ കൂടുതലായിട്ട് അവരെ വൊക്കാബുലറിയിലും സംസാരത്തിലും ഒക്കെ ചേഞ്ച് ഉണ്ടാവുന്നു. ദ പാറ്റേൺ ഓഫ് റിയാക്ഷൻസ് ഓൾസോ ചേഞ്ചസ് വിത്ത് ഏജ്, അങ്ങനെ ഏജ് വളരുന്നതിനനുസരിച്ചിട്ട് അവരുടെ തിരിച്ചുള്ള റിയാക്ഷൻസിലും ചേഞ്ചസ് ഉണ്ടാവുന്നു. മാം, ഇതിൽ റിലയൻഡ് അപ്പോൺ ദെയർ റീഡിങ് ആൻഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് അതിൽ ഓൾഡ് ഏജ് എന്ന് വരുന്നതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിൽ ഗ്രാൻഡ് പാരൻസും ആയിട്ടുള്ള റീഡിങ് ആണോ ഉദ്ദേശിക്കുന്നതെന്നുള്ള ഒരു സംശയം അതിൽ വന്നിട്ടുണ്ട്. കഥകള് പറയുന്നത് കേട്ടിട്ടോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണോ അവിടെ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം, പറയാം. ഓക്കെ, താങ്ക് യു. അതായത് ഇതിനകത്ത് തുടക്കത്തിൽ പറയുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദ ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച്, വെക്കാബുലറി, ലെങ്ത് ഓഫ് റെസ്പോൺസ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഓക്കെ, അതായത് വൊക്കാബുലറി, അതായത് ചൈൽഡിന്റെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ലിമിറ്റഡ് ആയിരിക്കുള്ളൂ. വളരെയധികം കുറച്ച് വേർഡ്സ് മാത്രമാണ് കുഞ്ഞുങ്ങൾ തുടക്കത്തിൽ ഉപയോഗിക്കുക. ജനിച്ചു വീഴുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യില്ല, വേർഡ്സ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങില്ല, അല്ലെ? അവരുടെ ഓരോരോ ഡെവലപ്മെന്റ് സ്റ്റേജിലുമാണ് അവരെന്ത് ചെയ്യുന്നത്, അവരോരോരോ വേർഡുകള് പഠിച്ച് വരുന്നത്. അപ്പോ ചൈൽഡ്ഹുഡ്, അതായത് അവരുടെ ചെറുപ്പം, അതായത് അവരുടെ ചെറുപ്പകാലത്ത് അവരുടെ ആ ഒരു വൊക്കാബുലറി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നീട് അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. അതായത് ഓരോ ക്ലാസ് കഴിയും തോറും അല്ലെങ്കിൽ ഓരോ വയസ്സ് കഴിയും തോറും അവര് ഉപയോഗിക്കുന്ന വൊക്കാബുലറി എന്ന് പറയുന്നത് കൂടിയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? അതായത് മാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് അവര് പുതിയ വേർഡുകള് അവര് ട്രെയിൻ ചെയ്ത് വരികയും അതവര് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ പറയുകയും ചെയ്യും. അതായത് നമുക്കിപ്പോ അറിയാം, കുട്ടികള്, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ്. കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ സ്റ്റേജിലും ഓരോ തരത്തിലുള്ള ബുക്കുകളായിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഓർത്തു നോക്കിയാൽ നിങ്ങള്, ശരിയാണോ? വളരെ ചെറുപ്പത്തിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ബുക്കായിരിക്കില്ല കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്, അല്ലെ? അതിനുശേഷം അവര് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ മറ്റു പല ടൈപ്പുള്ള ബുക്കുകളായിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം വരുന്നത്? അവരുടെ ടേസ്റ്റ് മാറി വരും. അവർ ആ സമയത്ത് ചെയ്യേണ്ടത് ആ സമയത്ത് തന്നെ ചെയ്യില്ല. ഓരോ ലെവൽ ഉണ്ടാവില്ല അവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക്. ഫസ്റ്റ് അത് ഫോളോ കൂടി വരിക. അതിനനുസരിച്ച് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അവർ ഫിസിക്കലി അവർക്ക് മാറ്റം ഉണ്ടാകും, മെന്റലി അവർക്ക് മാറ്റം ഉണ്ടാകും. അതിനനുസരിച്ച് അവരുടെ വൊക്കാബുലറിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഞാൻ പറയട്ടെ, അതായത് LKG പഠിക്കുന്ന അല്ലെങ്കിൽ UKG പഠിക്കുന്ന, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിക്ക് മിന്നാമിന്നി, കളിക്കൊടുക്ക പോലുള്ള ബുക്കുകളോടായിരിക്കും കൂടുതൽ ഇഷ്ടം തോന്നുക. ശരിയാണോ? യെസ് യെസ്. ഇനി നേരെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഒരു 5ാം ക്ലാസ്, 6ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ബാലഭൂമി, ബാലരമ അങ്ങനത്തെ ടൈപ്പ് ബുക്കുകളോടായിരിക്കും ഇഷ്ടം തോന്നുക. അവര് പിന്നെ കളിക്കൊടുക്കുകയും മിന്നാമിനിയും ഒക്കെ വായിക്കുമെങ്കിൽ അതിന് ചിലപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. കാരണം അവരുടെ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. കുറെ പുതിയ കാര്യങ്ങൾ അവർ പഠിച്ചെടുക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ട് ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു ഹൈസ്കൂൾ കാലഘട്ടം ആവുമ്പോൾ, ആ ഒരു സ്റ്റേജൊക്കെ ആവുമ്പോൾ കുട്ടികൾ കൂടുതലായിട്ട് ലൈബ്രറി ബുക്കുകളോട് കൂടുതലായിട്ട് അടുക്കുന്നു. ബാലഭൂമിയും ബാലരമയും ഒക്കെ വിട്ടിട്ട് എന്ത് ചെയ്യുന്നു, ലൈബ്രറി ബുക്കിനോട് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഞാനിപ്പോ 3 കാര്യങ്ങൾ പറഞ്ഞു. 3ൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഏജ് മാറുന്നതിനനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അവർ കൂടുതൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതെ.
ഓരോ സ്റ്റേജിലും ഓരോ തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. അതിനനുസരിച്ച് അവരുടെ വൊക്കാബുലറിയിൽ മാറ്റം വരാം, അവരുപയോഗിക്കുന്ന ഭാഷയുടെ സ്റ്റാൻഡേർഡ് കൂടാം. അവരുപയോഗിക്കുന്നത് മലയാളം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അതിന്റെ സ്റ്റാൻഡേർഡ് കൂടുക. അത് അവരുടെ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അവർ 4ാം ക്ലാസ്സിൽ എഴുതിയിരുന്ന ആ ഒരു എഴുത്ത് അല്ലെങ്കിൽ അവരുടെ റൈറ്റിംഗ് പാറ്റേൺ ആയിരിക്കില്ല ഒരു ഹൈസ്കൂൾ കാലഘട്ടം ആകുമ്പോൾ അവർ ഉപയോഗിക്കുന്നത്. കാരണം അവർ വളർന്നു വരുന്നു, അതിനോടൊപ്പം തന്നെ അവരുടെ വൊക്കാബുലറിയും അവരുടെ ലാംഗ്വേജും ഇംപ്രൂവ് ചെയ്ത്. ഓക്കെ, അപ്പോ നമ്മള് കുഞ്ഞുങ്ങൾക്ക് ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും, അതായത് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് ഈ റൈംസ് ഉള്ള ബുക്സ്, അതുപോലെ സ്റ്റോറി. അതായത് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവർക്ക് വായിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടാവേണ്ടത്. അതായത് നമുക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കാം, പാട്ട് പാടി കൊടുക്കാം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ലെറ്റർ വേർഡ് ഉള്ള ബുക്സ് ഉണ്ട് അല്ലെ, പിക്ചേഴ്സും ലെറ്റർ ഉള്ള ബുക്സ് ഉണ്ട്, അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ നമുക്കറിയാം കളിക്കുടുക്കയിലും പിന്നാമിനിയിലും ഒക്കെ പല ഗെയിംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, കുട്ടികളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചിരുത്താനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ പല സ്റ്റോറികള്, പുതിയ ആളുകളെയൊക്കെ അവർക്ക് പരിചയപ്പെടാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ സഹായിക്കുന്നതാണ് ബാലരമയിലെയും ബാലഭൂമിയിലെയും കഥകളും, അതുപോലെ അതിലുള്ള പസിൽ, അങ്ങനെയുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പസില് കണ്ടിട്ടുണ്ടാവില്ലേ? അതൊക്കെ അവരെ പരിചയപ്പെടുത്തുക. പിന്നീടാണ് സ്റ്റേജ് വൈസ്, അതായത് കുറച്ചുകൂടി കഴിയുമ്പോഴാണ് അവരെ ലൈബ്രറിയുടെ ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, പെട്ടെന്ന് തന്നെ ലൈബ്രറി ബുക്ക്, അതായത് സിമ്പിൾ ആയിട്ടുള്ള ലൈബ്രറി ബുക്സ് ഒക്കെ ഉണ്ടാവും, അവൈലബിൾ ആയിരിക്കുള്ളൂ. പക്ഷെ കുട്ടിക്ക് ചിലപ്പോൾ വായിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ബുക്കുകൾ ആദ്യം പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം നേരെ കുട്ടിയെ ലൈബ്രറിയുമായിട്ട് കണക്ട് ചെയ്യാം. അവിടെയുള്ള ചെറിയ സ്റ്റോറീസ് കൊടുക്കാം. അതായത് അവർക്ക് സിമ്പിൾ ആയിട്ടുള്ള, പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്നതായിട്ടുള്ള ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങളും കൂടി പോയിട്ട് കുട്ടികളുമായിട്ട് അത് ഒരുമിച്ച് വാങ്ങി അത് വായിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പല എന്താ പറയാ കവിതകളുണ്ട്, നോവലുകളുണ്ട്. അതൊക്കെ അവരുടെ സ്റ്റേജ് അനുസരിച്ചിട്ടാണല്ലോ ഡെവലപ്പ് ആവുന്നത്. വലിയൊരു നോവലൊന്നും കുട്ടികൾക്ക്, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ ഒരുമിച്ച് വായിച്ചു തീർക്കാനൊന്നും പറ്റില്ല. അത് അവരുടെ +2 ഡിഗ്രി കാലഘട്ടമൊക്കെ ആകുമ്പോഴാണ് അവരെ എന്ത് ചെയ്യുന്നത്, നോവലുകള്, അതുപോലെ തന്നെ വലിയ കഥകള്, അതുപോലെ തന്നെ രാമായണം, മഹാഭാരതം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ വായിക്കുന്നത്. ഇപ്പോ നമ്മുടെ ഇംഗ്ലീഷിലാണെങ്കിൽ ഈയേഡ്, ഒഡീസി പോലുള്ള പല രചനകളുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്നത് അവരുടെ കോളേജ് കാലഘട്ടമൊക്കെ ആകുമ്പോഴാണ്. അപ്പൊ ഞാനിപ്പോ ഓരോ സ്റ്റേജ് വൈസ് നിങ്ങളോട് പറഞ്ഞല്ലേ, നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ഈ സ്റ്റേജിൽ കൂടുതൽ തന്നെയല്ലേ നിങ്ങൾ വന്നിട്ടുള്ളത്? ഇങ്ങനെയാണോ നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്? ആണല്ലേ. നമ്മള് ചെറുപ്പത്തിലെ തന്നെ വലിയ ബുക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വായിക്കില്ല. ആദ്യം സിമ്പിളിൽ തുടങ്ങിയിട്ടാണ് പിന്നീട് കോംപ്ലക്സ് ലെവലിലേക്ക് പോകുന്നത്. അപ്പോ ഓരോ കുട്ടികൾക്കും ഇങ്ങനെയാണ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ആക്കുന്നത്. അപ്പൊ അതിന്റെ പാരന്റ്സ് ആണ് നിർബന്ധമായിട്ടും അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ജന്മന അല്ലെങ്കിൽ അവരുടെ കൾച്ചറുമായിട്ട് കണക്ട് ചെയ്ത് ലാംഗ്വേജിലെ ചില ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാം. ഓക്കെ, നമ്മൾ എന്തു കാര്യമാണെങ്കിലും ബൈ പ്രാക്ടീസിലൂടെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. പക്ഷെ ചില വ്യക്തികൾക്ക് എക്സ്ട്രാ ആയിട്ട് ചിലപ്പോൾ ബർത്ത്, അതായത് ബൈ ബർത്ത് അല്ലെങ്കിൽ അവരുടെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ലാംഗ്വേജ് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് അവര് നല്ല പ്രാവീണ്യമുള്ള ആളുകളായിരിക്കും. ഓക്കെ, ഞാനൊരു കഥ പോലെ ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളാണ്. ഈ 2 പെൺകുട്ടികൾ കോളേജുകൾ പഠിക്കുകയാണ്. കോളേജ് ഡിഗ്രി ഫസ്റ്റ് ഇയറിനാണ് പഠിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഒരു കുട്ടി ബ്രാഹ്മണാണ്, ഒരു കുട്ടി ലോവർ കാസ്റ്റിൽ പെടുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഈ 2 കുട്ടികള് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ 2 കുട്ടികളും നന്നായിട്ട് പഠിക്കുന്ന, അതായത് അവർക്ക് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ഫസ്റ്റും സെക്കൻഡും ആയിട്ടാണ് അവർക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോ 2 കുട്ടികളുടെയും പേരും ഒരുപോലെ തന്നെയാണ്, പക്ഷെ കാസ്റ്റില് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല ഫ്രണ്ട്സ് ആണ് ഇവര്. അതായത് അവര് അഡ്മിഷൻ കിട്ടിയ സമയത്ത് തന്നെ പരിചയപ്പെട്ടു, ക്ലോസ്ഡ് ആയി. അതായത് 2 പേരും ഒരേ തരം ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ്. അതായത് 2 പേരുടെ വേവ് ലെങ്ത്, അതായത് 2 ഒരു
ഒരേപോലെ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ കണക്റ്റഡ് ആവും അല്ലെ, ക്ലോസ് ആവും. അങ്ങനെയാണ് ആളുകള്. അപ്പോ ക്ലാസ് ടീച്ചർ വരുവാണ്. ക്ലാസ് ടീച്ചർ വന്നിട്ട് പറയുവാണ്, ചാപ്റ്റർ ഒക്കെ എടുത്തു തുടങ്ങി. അപ്പൊ ടീച്ചർ പറയുവാണ്, ഞാൻ വരുന്ന ദിവസം എല്ലാ ആഴ്ചയും ഞാനൊരു ദിവസം ക്ലാസ്സിൽ നിങ്ങൾക്ക് വരും. അതായത് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് ഒരു കാര്യം ചെയ്യാനായിട്ടാണ് ഞാൻ വരുന്നത് ആ പീരീഡില്. അപ്പൊ നിങ്ങൾ അതൊന്ന് കേൾക്കണം, എന്താണ് ഞാൻ തരുന്ന കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ടീച്ചർ പറയാണ്, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളോടൊരു ബുക്ക് ഞാൻ എടുക്കാനായിട്ട് പറയും ലൈബ്രറിയില്, അല്ലെങ്കിൽ എന്താ പറയാ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഗ്രൂപ്പ് വൈസ് ആയിട്ട് ആ ബുക്ക് നിങ്ങൾക്ക് വായിച്ചു തീർക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ ബുക്ക് എന്നിരുന്നാലും എല്ലാവരും തമ്മിൽ എന്ത് ചെയ്യണം, വായിച്ചിട്ടുണ്ടാകണം എന്ന് പറയുന്നു. ഒരാഴ്ച സമയം കൊടുക്കുന്നു. ഒരാഴ്ച സമയം കൊടുത്തിട്ട് പറയുവാണ്, അടുത്ത ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് ഒരു സെമിനാർ പോലെ കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ആ ബുക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യം അതെന്താന്ന് വെച്ചാൽ ഇവിടെ സെമിനാർ ആയിട്ട് കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ക്ലാസ്സിൽ ഒരു 40 കുട്ടികളുണ്ട്. ആ 40 കുട്ടികളും സെമിനാർ പ്രസന്റ് ചെയ്തു. അപ്പൊ ഈ 2 കുട്ടികള്, അതായത് ഈ 2 പെൺകുട്ടികളില് ഈ ബ്രാഹ്മണായിട്ടുള്ള ഒരു വ്യക്തി, ആ കുട്ടി നല്ല രീതിയിൽ സെമിനാർ കണ്ടക്ട് ചെയ്യുകയുണ്ടായി. ആ സെമിനാർ ആ കുട്ടി കണ്ടക്ട് ചെയ്യുന്ന രീതി, ആ കുട്ടിയുടെ ലാംഗ്വേജ് ഒക്കെ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ കണ്ടുവന്ന ലാംഗ്വേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അച്ചടി ഭാഷ പോലെ ആ കുട്ടി, അതായത് ഒരു ബുക്ക് എങ്ങനെയാണോ നമ്മൾ വായിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് കുട്ടി അത് വായിച്ചു തീർത്തത്. അപ്പൊ ടീച്ചറുടെ വക അതിനൊരു സമ്മാനം ഉണ്ടായിരുന്നു. സമ്മാനം എന്ന് പറഞ്ഞാല് 2 വലിയ മഞ്ചായിരുന്നു കേട്ടോ. അപ്പൊ ആർക്കായിരിക്കും അത് കിട്ടിയിട്ടുണ്ടാവുക? ആർക്കായിരിക്കും ഈ 2? അതായത് എല്ലാവരും വായിച്ചു. ഈ കുട്ടിയുടെ കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് തന്നെ ആയിരിക്കും എടുത്ത് കിട്ടിയിട്ടുണ്ടാവുക വ്യത്യസ്തമായിട്ട്. ഓക്കെ, അങ്ങനെ പിന്നീടും ടീച്ചർ വന്നു. പിന്നീടും ഇതുപോലെ തന്നെ ബുക്കുകളുടെ കാര്യം പറഞ്ഞു. അവരുടെ ടെക്സ്റ്റ് ബുക്ക് വൈസ് അവരുടെ കയ്യിലുള്ള ബുക്കുകൾ അല്ലെങ്കിൽ അവരുടെ ലൈബ്രറിയിൽ നിന്ന് അവർക്ക് അവൈലബിൾ ആവുന്ന ബുക്കുകൾ, അതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സെമിനാർ കണ്ടക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ആഴ്ചയും ഇതിങ്ങനെ തുടർന്നു പോകുന്നു. എല്ലാ ആഴ്ചയും ഈ കുട്ടിക്ക് തന്നെയാണ് എന്ത് കിട്ടുന്നത്, ഈ മഞ്ച് കിട്ടുന്നത്. അപ്പൊ പരസ്പരം, അതായത് ഈ കുട്ടിയുടെ കൂടെ ഒരു കുട്ടിയുണ്ട് ഫ്രണ്ട് ആയിട്ടുള്ളത്. അപ്പൊ ഈ കുട്ടിക്ക് കുറച്ച് അസൂയയും കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. എപ്പോഴും ഇവൾക്ക് മാത്രം കിട്ടുവാണ്. ആ കുട്ടിക്ക് മാത്രമല്ല കേട്ടോ, ക്ലാസ്സില് മൊത്തം ആളുകൾക്കും ഒരു എന്താ പറയാ അടക്കം പറച്ചിലുണ്ട്. എപ്പോഴും എന്താണ് ഇവള് തന്നെ വാങ്ങിക്കുന്നത്. അപ്പൊ ഈ കൂടെ നടക്കുന്ന കുട്ടിക്കുമോ ഒരു ദിവസമെങ്കിലും ഇവിടെ ഒന്ന് തോപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുവാണ്. അങ്ങനെ ഒരു ദിവസം ഇവളോട് ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്യുന്നത്, നീ എങ്ങനെയാണ് നീ ലാംഗ്വേജ് ഇത്ര അധികം നീ ഭംഗിയാക്കി അല്ലെങ്കിൽ അത്രയും ഇതായിട്ട് നിനക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പൊ അവള് പറയുവാണ്, ഞാൻ നന്നായിട്ട് ബുക്കുകൾ വായിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ചെറുപ്പത്തിലേ തുടങ്ങി എന്റെ അച്ഛൻ ശീലിപ്പിച്ചൊരു കാര്യമാണ് നല്ല നല്ല ബുക്കുകൾ വായിക്കുക, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വെക്കുക എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വായിക്കാൻ പറ്റുന്നതെന്ന് പറയാണ്. അപ്പൊ ഈ കൂട്ടുകാരിയോട് ചോദിക്കുവാണ്, എന്താണ് നീ അങ്ങനെ ചോദിച്ചത്, നിനക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ ഈ കൂട്ടുകാരി പറയാണ്, എനിക്ക് നിന്നെ പോലെ ലാംഗ്വേജ് ഉപയോഗിക്കാനായിട്ട് അറിയണം, എനിക്കും കൈയടി കിട്ടണം, എനിക്ക് മഞ്ചി കിട്ടണം എന്ന് പറയാണ്. അങ്ങനെ ഇവള് പറയുവാണ്, ഞാൻ കുറച്ച് ബുക്സുകൾ നിനക്ക് പറഞ്ഞു തരാം, അത് നീ ആദ്യം തുടക്കം തൊട്ടേ വായിക്കും. അതിനുശേഷം നീ ഇവിടെ നിന്ന് പോകുന്നത്, അതായത് ഡിഗ്രി ഫൈനൽ ഇയർ ഇവിടെ കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്ക് നിന്റെ ലാംഗ്വേജ് എന്തായാലും ഇംപ്രൂവ് ചെയ്തിരിക്കും എന്ന് പറയുവാണ്. ഓക്കെ, അങ്ങനെ ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ ആ ഫ്രണ്ട് ചെയ്തു. അവിടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആയി. ഒരു ദിവസം ഇവളുടെ, അതായത് ഈ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഈ കുട്ടിയും എന്ത് വാങ്ങി, മഞ്ച് വാങ്ങി. ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായത്? പരിശ്രമവും വായനയിലൂടെ മാത്രമേ നമ്മുടെ ഭാഷ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് റിയൽ ആയിട്ട് നടന്ന കഥയാണ് കേട്ടോ. ഈ 2 പേരെന്ന് പറയുന്നത് ഒന്ന് ഞാനാണ്, ഒന്ന് എന്റെ ഫ്രണ്ടാണ്. ഓക്കെ, റിയൽ ആയിട്ട് നടന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ, അതായത് നമുക്ക് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല്, ബ്രാഹ്മണാണ് അവള്, ബ്രാഹ്മൺ കൾച്ചറിൽ നിന്നാണ് വരുന്നത്. അവർക്ക് ചെറുപ്പം മുതലേ തന്നെ ധാരാളം ശ്ലോകങ്ങള്, അതുപോലെ രാമായണം പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ചിട്ടാണ് അവര് വളർന്നു വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്.
പക്ഷെ അത് മാത്രമല്ല ഒരാൾക്ക് അതുപോലെ ആകാനായിട്ട് പറ്റും നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ. ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ലാംഗ്വേജ് മറ്റുള്ള കഥാകൃത്തുക്കളുടെ മാതിരിയല്ലേ? വേറൊരു വ്യത്യസ്തത. അദ്ദേഹത്തിന്റെ എന്താ പറയാ നാട്, അദ്ദേഹത്തിന്റെ ശൈലി, അതായത് അദ്ദേഹം വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ, ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അത് ടോട്ടലി ഡിഫറെന്റ് ആണ്. പക്ഷെ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന ലാംഗ്വേജ് വ്യത്യാസമുണ്ട് അല്ലേ സഫീദ? തമാശയും അതുപോലെ തന്നെ നർമ്മവും ഒക്കെ തുളുമ്പുന്നതാണ് അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ എന്താ പറയാ, ബൈ പ്രാക്ടീസിലൂടെയും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എഴുതാറ്. അതെ അതെ, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ. അപ്പോ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു കാര്യം, വോൾട്ടേജ് എന്ന് പറയുന്നത്, അതായത് നമ്മള് വായിക്കുന്ന രീതി, അതായത് നമ്മൾ വളർന്നു വന്ന, നമ്മൾ ഓരോ സ്റ്റേജിലും വായിച്ച് നമ്മൾ ഓൾഡ് ഏജ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. വാർദ്ധക്യ സമയത്ത് കാണാൻ പറ്റും. കാരണം അതായത് വ്യൂ പോയിന്റ്സ്, കാഴ്ചപ്പാടിൽ മാറ്റം വരും. ലോകകാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും. നമുക്കറിയാം, അതായത് നമ്മൾ നടന്നു പോകുന്ന വഴിക്കൊക്കെ അതായത് വയസ്സായിട്ടുള്ള ആളുകള് കൂട്ടം കൂടി നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. അവരുടെ ചർച്ച എന്തെന്നൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അവർ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? ഉണ്ട്. നന്നായിട്ട് പത്രം വായിക്കുന്ന ആളുകളായിരിക്കും അവര്. എല്ലാ കാര്യങ്ങളും അതുപോലെ കയ്യിലുള്ള, അവർക്ക് അവരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അവര് വായിക്കും. അതായത് മാറ്റങ്ങൾ വരുവാണ്. അതായത് ഒരു കുട്ടി ജനിച്ച് അവന്റെ ഓരോ സ്റ്റേജിലും അവനുണ്ടാകുന്ന ഓരോ ഡെവലപ്മെന്റ്, അവന്റെ വൊക്കാബുലറിയിൽ വ്യത്യാസം വരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ എന്താ പറയാ UP-യിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ LP സ്കൂളിൽ പഠിക്കുന്നു, UP സെഷൻ കഴിഞ്ഞ് പഠിക്കുന്നു, ഹൈസ്കൂളിൽ പോകുന്നു, കോളേജിൽ പഠിക്കുന്നു, പിന്നീട് അവന്റെ വിവാഹം കഴിയുന്നു, പിന്നെ പ്രാരാബ്ദങ്ങളായി, പിന്നെ കുറച്ച് നാള് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, അതിനിടയിൽ അവന് വായിക്കുന്നുണ്ട്, പിന്നെ റിട്ടയർഡ് ആകുന്നു, പിന്നെ വയസ്സാകുന്നു. ഈ സമയത്തൊക്കെ എന്ത് നടക്കുന്നുണ്ട്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഏത് സമയത്താ? ഓൾഡ് ഏജ് ആകുന്ന സമയത്താ. ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ വായിക്കാൻ ആഗ്രഹിക്കുന്നതും വയസ്സാകുന്ന സമയത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോ ഇതാണ് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോ ഒരു സാധാരണ കുട്ടിയെ അപേക്ഷിച്ച് ഒരു മുതിർന്ന വ്യക്തിയിൽ, അല്ലെങ്കിൽ ഒരു വയസ്സായ വ്യക്തിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് അവന്റെ ഭാഷ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ വൊക്കാബുലറി എന്ന് പറയുന്നത് ഒരു കുട്ടിയിൽ നിന്ന് വളരെ കൂടുതലായിരിക്കുള്ളൂ. അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വായിച്ച് ഓരോ സ്റ്റേജിലും അവർക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ്, അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ഇപ്പൊ മനസ്സിലായോ റസ്മിന എന്താണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നതെന്ന്? ഓക്കെ, മനസ്സിലായി. പീരിയഡ് ഓഫ് ഓൾഡ് ഏജിലേക്ക് എത്തുമ്പോൾ അവർക്ക് അതിലുണ്ടാകുന്ന വിശ്വാസം, അപ്പോൺ ദെയർ റീഡിങ് ഹാബിറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് അത് ഏറ്റവും ഹൈ ആണെന്നാ പറയുന്നത്. അവർക്ക് ആ റീഡിങ്ങിലോട് ഉണ്ടാകുന്ന അവരുടെ ഹാബിറ്റ്സ് അത് കൂടുതലല്ലാതെ കുറയില്ല. അതായത് ഇവിടെ നമ്മള് ഇപ്പൊ ഇല്ലേ മാഡം, ഇപ്പൊ നമ്മളിപ്പോ ചെറിയ കുട്ടികളായിരിക്കുമ്പോ LKG UKG കുട്ടികൾക്ക് ബുക്ക് വായിച്ചു കൊടുക്കുക. അന്ന് അവർക്ക് വായിക്കാൻ നല്ല ഇഷ്ടമുണ്ട്, ഒരു 3-4 ക്ലാസ് വരെയൊക്കെ. പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് കുറഞ്ഞു പോവാണ് വായന. ബുക്ക് വായന എന്ന് പറഞ്ഞാൽ അന്നത്തെ കുട്ടികൾ നല്ല കുറവാണ്. ആദ്യം നമ്മൾ ചെറുതാവുമ്പോ ശരി, അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, അവർ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ നല്ലോണം കുറവാണ് വായന. നമ്മളൊന്നും വായിച്ച അത്രയൊന്നും ഇപ്പം മാഡം പറഞ്ഞ പോലെ കുറച്ചും കൂടി മുതിർന്നവര് നന്നായി അവർക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ അവര് പേപ്പറുകളൊക്കെ, അന്ന് അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ബുക്കുകളൊന്നും ഒരുപാട് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ പേപ്പറൊക്കെ വായിച്ച് അവർക്ക് അതിന്റെ ഒരു ഇതുണ്ട്. നമ്മൾ കുറച്ചും കൂടി ബുക്സ് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് നല്ല സൗകര്യം ഉണ്ടെങ്കിലും ഇന്ന് അന്യം നിന്ന് പോവുക എന്ന് തന്നെ പറയാം. വായന തീരെ കുറഞ്ഞു പോവുകയാണ് കുട്ടികൾക്ക്. അതൊന്നും നമ്മൾ തന്നെ മാക്സിമം കുട്ടികളെ ഒന്ന് വായിക്കാനുള്ള ഒരു ഇതാക്കി, പഠിക്കാനൊക്കെ ശരി, അതിന്റെ ബുക്കിൽ വായനയൊക്കെ ശരി, അതല്ലാത്ത വായനകള് പേപ്പർ കൂടി, എന്റെ മോള് വീട്ടില് പേപ്പർ വരില്ല, പേപ്പറും കൂടി നോക്കില്ല. എന്നിട്ട് ഞങ്ങൾ ചീത്ത പറയും, പേപ്പർ വായിക്കണം പറയും. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കും, പക്ഷെ പേപ്പറും കൂടി നോക്കില്ല. ദിവസം പേപ്പർ വായിച്ചാൽ തന്നെ കിട്ടുന്ന അറിവുകൾ കൂടുതലാണ്. പക്ഷെ ഇന്ന് വായന കുറവാണ് കുട്ടികൾക്ക്. അത് ശരിയാണ്, പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഇന്നലെ PTA മീറ്റിംഗ് ഉണ്ടായി എന്റെ മോന്റെ ക്ലാസ്സില്. അപ്പൊ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ടീച്ചർ പറയുവാണ്, അവിടെ റീഡിംഗ് കോർണർ എന്ന് പറഞ്ഞൊരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് കുട്ടികളെ വായിപ്പിക്കുക. ന്യൂസ് പേപ്പർ ഒക്കെ വായിപ്പിക്കാറുണ്ട്. അപ്പൊ ഇന്നലെ ടീച്ചർ പറയുവാണ് ഞങ്ങളോട്, ഞാൻ വായിക്കാനായിട്ട് ന്യൂസ് പേപ്പർ കൊടുക്കും ഡെയിലി. അപ്പോ ഇന്നലെ രാവിലെ നോക്കിയപ്പോൾ ന്യൂസ് പേപ്പർ ഒന്നും അവിടെ കാണുന്നില്ല.
അപ്പൊ ഒരു പെൺകുട്ടി കൊണ്ടുവന്നൊരു ബോള് കൊടുക്കുവാണ്. ആ ബോളിന്റെ ഉള്ളില് ഈ ന്യൂസ് പേപ്പർ ഒക്കെ കീറിയിട്ട് ബോളാക്കി വെച്ചിരിക്കും അവര്. വായിക്കാൻ കൊടുത്ത ന്യൂസ് പേപ്പർ ആണ്, അത് ബോളാക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ അത്രയും പറയാണ് ടീച്ചർ, അത്രയും അതായത് വായിക്കുന്ന പറഞ്ഞ് ടീച്ചർമാര് പുറകെ നടക്കണം എന്നാണ് ആ ടീച്ചർ എന്നോട് പറഞ്ഞത് കേട്ടോ. പുറകെ നടക്കുവാണ്. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ വന്നു കഴിഞ്ഞാല്, യൂത്ത് ഫെസ്റ്റിവൽ പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ വന്നു കഴിഞ്ഞാല് പണ്ടത്തെ കുട്ടികളാണെങ്കിൽ, അതായത് അവരുടെ എക്സ്പീരിയൻസ് വെച്ച്, ഒരു 10-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറാണത്. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, പണ്ടത്തെ കുട്ടികളാണെങ്കിൽ ടീച്ചറെ ഞങ്ങൾ അതിന് ചേർക്കോ ഇതിന് ചേർക്കോ എന്ന് ചോദിച്ച് നടക്കുമായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, അവരോട് ചോദിച്ച് ടീച്ചർമാര് കുറെ നടക്കണം, അതിന് ചേരുവോ ഇതിന് ചേരുവോ എന്ന്. അപ്പൊ അതായത് അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ആ മൊബൈൽ ഫോണിലോട്ട് മാത്രം ഒതുങ്ങി പോകുന്നത് കൊണ്ടാണ് കേട്ടോ. അതായത് അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന കുട്ടികളുണ്ട് ചിലവര്, അതിനു വേണ്ടി മാത്രം, അതായത് അതാണ് ജീവിതം എന്ന് കരുതിയിട്ട് ജീവിക്കുന്ന ചില കുട്ടികളുണ്ട്. അപ്പം അവരിൽ നിന്ന് ആ ഒരു കാര്യം നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകണം. ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്, അതായത് കുറേ സമയം അതിനൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെ പിടിച്ചാൽ കിട്ടില്ല. ചെറിയ പ്രായത്തിൽ നമുക്ക് അവരെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാല് നമ്മുടെ കൈപ്പിടിയിൽ അവർ ഒതുങ്ങില്ല, നമുക്ക് കിട്ടില്ല, കൺട്രോള് കിട്ടില്ല അവരുടെ മേലില്. അപ്പൊ ആ മൊബൈൽ ലോകത്ത് നിന്ന് മാറ്റി ബുക്കുകളുടെ ലോകത്തെ അവർക്ക് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക. നമ്മുടെ മക്കളാണ്, നമ്മളാണ് അവരെ നോക്കേണ്ടത്, വേറെ ആരും അതിനകത്ത് വരില്ല അല്ലെ. അപ്പോ കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവരെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി ആ ലോകം ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ചെയ്യില്ലേ? പ്രായത്തിനനുസരിച്ചിട്ടുള്ള ബുക്ക് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. കുട്ടികളുടെ വയസ്സ് എത്രയാണോ അതിനനുസരിച്ചുള്ള ബുക്കുകൾ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഒരു സ്കൂള് വിട്ട് കഴിഞ്ഞാല് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ലൈബ്രറിയിൽ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ കൂടി പോവുക. കുട്ടി ചിലപ്പോ പറയുമ്പോ നീ എന്നാ ലൈബ്രറിയിൽ പോവോ എന്ന് പറയുമ്പോൾ കുട്ടി പോയിന്ന് വരില്ല. കുട്ടിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതേസമയം നീ ആ മൊബൈലിലെ ഗെയിം ഒന്ന് കളിക്കുമെന്ന് വെച്ചാല് കുട്ടി നിർബന്ധമായിട്ടും കളിക്കും അല്ലേ. അപ്പോ അവരെ ആ സ്ഥലമൊക്കെ കാണിക്കാം, ആ റൂം എങ്ങനെയാണ്, അവിടെ എത്ര ബുക്കുകൾ ഉണ്ട്, അപ്പൊ അതിനകത്ത് അവന് പറ്റുന്ന ബുക്കുകൾ എടുത്ത് കൊടുക്കുക. എന്നിട്ട് അവർക്ക് വായിക്കാനായിട്ട് പറയാം. അതിൽ നിന്ന് എന്താണ് മനസ്സിലായെന്ന് കുട്ടിയോട് ചോദിക്കാം. പറ്റുമെങ്കിൽ അതൊരു ഡയറിയിൽ എഴുതാനായിട്ട് പറയാം, എഴുതാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ. അങ്ങനെ പതുക്കെ 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 വേണം മൊബൈൽ ഫോണിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്താനായിട്ട് കേട്ടോ. ഓക്കെ, ഒറ്റയടിക്ക് നമ്മൾ മൊബൈൽ കൊടുക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അത് പറ്റില്ല, അത് പ്രാക്ടിക്കൽ അല്ല ഒറ്റയടിക്ക് കുട്ടികളുടെ. കാരണം അവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് അത് ദോഷമായിട്ട് ബാധിക്കും. പലതരം ചിന്തകൾ ഉണ്ടാവും അവർക്ക്. അപ്പൊ അങ്ങനെയൊന്നും സാധിക്കില്ല. പതുക്കെ പതുക്കെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. എന്റെ മോന് ഫോൺ അഡിക്റ്റ് ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് അവന് ഛർദിയും തലവേദന കൂടിയപ്പോ ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ പെട്ടെന്നൊന്നും ഒഴിവാക്കരുത്, എനിക്കൊരു 5 മിനിറ്റ് കൂടിപ്പോയി 10 മിനിറ്റ് വരെ അവരെ കാണിക്കുക, അത് കഴിഞ്ഞ് ഒഴിവാക്കുക. അങ്ങനെ മെല്ലെ 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 ഒഴിവാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ഇപ്പം ഫോൺ കാണുന്നില്ല കേട്ടോ, ഗെയിമും ഒക്കെ ഒന്നും കാണാൻ മിടുക്കനായി. അതെ, എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതെ പതുക്കെ പതുക്കെ നിർത്തിക്കൊണ്ടുവരിക. ഒരു ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ ചായ നമുക്ക് കുടിക്കേണ്ട, അത് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നിർത്തി കഴിഞ്ഞാൽ തലവേദന എടുക്കും. അതിന് പകരം അതിന്റെ അളവ് കുറയ്ക്കുക, അതിലിടുന്ന ഷുഗർ കട്ട് ചെയ്യുക. അങ്ങനെ പതുക്കെ 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 ആ ചായ കൂടി നിർത്തുക. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അത് പതുക്കെ ചെയ്യുക. പയ്യെ തിന്നാൽ പനയും തിന്നാം. ആ ഒരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അതിനനുസരിച്ച് പോവുക കേട്ടോ. ഓക്കെ, അപ്പോ ഇനിയും തീർന്നിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. മാം ഞാനാണ് സൈൻ ഓഫ്. എന്താ മാം ഞാനാണ് സൈൻ ഓഫ്. ഓക്കെ, സംഗീത ചെയ്തോളൂ. ഞാനിവിടെ ഇന്ന് ഒരു ചെറിയൊരു ക്വിസ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഇന്ത്യനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ക്വിസാണ്. ഞാൻ പറയാണ്, ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് നമ്മുടെ ഇന്ത്യയുടെ? രാജസ്ഥാൻ. കറക്റ്റ്. ഏറ്റവും വലിയ മരുഭൂമി? താർ മരുഭൂമി. പിന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശുദ്ധജല തടാകം വേമ്പനാട്ട് ചിൽക്ക. ഏറ്റവും വലിയ പർവ്വതനിര?
ആരവല്ലി, ഏറ്റവും വലിയ ഹിമാലയ പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിര. ഇന്ത്യയിലെ മൗണ്ട് ആരവല്ലി, കീറ്റു, അല്ല, ഹിമാലയ പർവ്വതനിര. ഹിമാലയ. ഹിമാലയ. പിന്നെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം, ഇന്ത്യയുടെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം എവിടെയാണെന്നറിയുമോ? പട്ടേക്കാട്. അല്ല, അതോടെ കേരളത്തിന്റെയാണ്, ഇന്ത്യയുടെയാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയാം, ഭരത്പൂർ. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ നഗരം, ഇന്ത്യയുടെ ഏറ്റവും വലിയ നഗരം, സിറ്റി, അതേതാണ്? ഡൽഹി. മുംബൈ, അല്ല, മുംബൈ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഏതാണ് നമ്മുടെ ഇന്ത്യയുടെ? ഭാരതരത്ന. കറക്റ്റ്. താങ്ക് യു മിസ്. താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുക കേട്ടോ, എങ്ങനെ ചൈനീസ് വിസ്പറും സൈമൺസീസും നമ്മുടെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു മാം.